Welcome to Shida's Talk. Hello everyone. Today I am going to help you to study class 9 unit 2 The Toilet written by Sinamilov. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗമാണ്. എഴുതിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ റൈറ്ററായ സിനാമിലോഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം. അപ്പോൾ ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ കൽപ്പന ചൗളയുടെ ഒരു കോഡ്സ് കാണുന്നുണ്ട് അല്ലേ, കുറച്ച് വേർഡ്സ് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. യു ഓൺലി നീഡ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്, ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ് ആൻഡ് ദ പെർസിവറൻസ് ടു ഫോളോ ഇറ്റ്. അപ്പോൾ ഇവിടെ കൽപ്പന ചൗള എന്താണ് നമ്മളോട് പറയുന്നത്? സ്വപ്നത്തിലേക്ക് നിന്നും വിജയത്തിലേക്ക് എത്തുക എന്നത് ഒരു പാത നിലനിൽക്കുന്നുണ്ട് അല്ലേ. സ്വപ്നത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു പാത നിലനിൽക്കുന്നുണ്ട്. ആ പാത കണ്ടെത്താനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുക എന്നുള്ളതും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിനുള്ള മനോധൈര്യവും അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള സ്ഥിരോത്സാഹവും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അതായത് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് പിറകെ പോയി അതത് വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അല്ലേ. വെറുതെ ഒരു സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ സ്വപ്നത്തിന് വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഠിനാധ്വാനവും ആ ഒരു സ്ഥിരോത്സാഹവും ആരുടെ ഭാഗത്തു നിന്ന് വേണം? നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. ഓക്കെ. Drawing inspiration from Gandhiji's selfless dedication, let's now move on to the troubled journey of a young girl who strive hard to build a career. അടുത്തതായിട്ട് നമ്മളതിന് പറയാൻ വേണ്ടി പോകുന്നത് ഗാന്ധിജിയുടെ നിസ്വാർത്ഥമായ ആ ഒരു അർപ്പണബോധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഏത് ലെസണിലേക്ക്, ഏത് കഥയിലേക്കാണ്? ഒരു പെൺകുട്ടിയുടെ അവളുടെ കരിയർ അല്ലേ, അവളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള, അവളുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടേറിയ ആ ഒരു യാത്രയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് നീങ്ങുന്നത്. ബേർഡൻ ബൈ ദ വെയ്റ്റ് ഓഫ് സോഷ്യൽ ഇൻഈക്വാലിറ്റി ആൻഡ് ദ പെയിൻ ഓഫ് എൻഫോഴ്സ്ഡ് ഐസൊലേഷൻ. അപ്പോൾ എന്തൊക്കെ അവൾ അതിൽ സഹിച്ചിട്ടുണ്ട്? സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വവും അതോടൊപ്പം തന്നെ വേദനാജനകമായ ആ ഒറ്റപ്പെടലും ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിന് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്, ആ ഒരു കരിയർ നല്ല രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ സഹിച്ച ആ ഒരു ട്രബിൾ, ആ പ്രയാസങ്ങൾ. Read this excerpt from the memoir of the South African writer Sinamilov for valuable insights on the power of perseverance and personal initiative. അപ്പോൾ ജീവിത വിജയം കൈവരിക്കുന്നതിനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും അതിനുവേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടലും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്ന സിനാമിലോഫിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് നമുക്ക് നോക്കാം. അതാണ് നമ്മളിവിടെ വായിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സിനാമിലോഫ് അല്ലേ, സിനാമിലോഫ് എന്ന് പറയുന്ന ആഫ്രിക്കൻ എഴുത്തുകാരിയെക്കുറിച്ചുള്ള ആ ഒരു പ്രൊഫൈൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സിനാമിലോഫ് ഈസ് എ സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ, റൈറ്റർ, പ്ലേ റൈറ്റ് ആൻഡ് ആക്ട്രസ്. അപ്പോൾ ഈ സിനാമിലോഫ് ആരൊക്കെയാണ്? സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്, എഴുത്തുകാരിയാണ്, നാടകരചയിതാവാണ്, കൂടാതെ ഒരു അഭിനേത്രിയുമാണ്. ഷി വർക്ക്ഡ് ആസ് എ ന്യൂസ് റീഡർ അറ്റ് ദ പ്രസ് ട്രസ്റ്റ് ആൻഡ് BBC റേഡിയോ. BBC റേഡിയോയിലും പ്രസ് ട്രസ്റ്റിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷി ടെൽസ് ഹെർ സ്റ്റോറീസ് ഇൻ 4 ഓഫ് സൗത്ത് ആഫ്രിക്കൻസ് ലാംഗ്വേജസ്: ഇംഗ്ലീഷ്, ആഫ്രിക്കൻസ്, സുലു ആൻഡ് ഖോസ, ആൻഡ് ഓൾസോ ഹെൽപ്പ് മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു റീഡ്. ആഫ്രിക്കയിലുള്ള 4 ഭാഷകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ
രചനകൾ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഷകളത്? ഇംഗ്ലീഷ്, ആഫ്രിക്കൻസ്, സുളു ആൻഡ് കോസ. കൂടാതെ കുട്ടികളെ വായിക്കുന്നതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒരുപാടധികം സഹായകമായിട്ടുണ്ട്. Much of her work has been translated into German, French, Italian, Swahili and Japanese. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ ഇവരുടെ രചനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. In 2016, she was listed as one of the BBC's 100 women. അപ്പോൾ BBC-യിൽ തിരഞ്ഞെടുത്ത 100 സ്ത്രീകളിൽ ഒരാൾ ഇവരായിട്ട് 2016 എന്ത് വന്നിട്ടുണ്ട്? ആ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫ്രം 2019, മിലോഫ് ബർത്ത്ഡേ 24th October ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ 2019 മുതൽ സിന മിലോഫിൻ്റെ ബർത്ത് ഡേ ആയ 24th ഡിസംബർ അല്ലേ, ആ 24th ഡിസംബർ നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ആചരിച്ചു വരുന്നുണ്ട്. She has been awarded honorary doctorates from 7 universities across the world. ലോകത്തുള്ള 7 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവർക്ക് ഓണറി ഡോക്ടറേറ്റ് അല്ലേ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിന മിനോഫിനെ കുറിച്ചുള്ള ആ ഒരു പ്രൊഫൈലിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇവരുടെ ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. Sometimes I wanted to give up and to be a good girl who listened to her elders. ചിലപ്പോഴൊക്കെ ഞാൻ എന്ത് വിചാരിക്കാറുണ്ട്? ഐ വാണ്ടഡ് ടു ഗിവ് അപ്പ് മീൻസ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മുതിർന്നവർ പറയുന്നത് പോലെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ് അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ടീച്ചിങ്ങോ ഒരു നഴ്സിങ്ങോ പ്രൊഫഷനൊക്കെ എടുത്ത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകാമെന്നൊക്കെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് വെയർ റെസ്പെക്റ്റബിൾ. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ പ്രൊഫഷൻസ്, ഈ ടീച്ചിങ്, നഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് അത്രയും നോബിളായിട്ടുള്ള അല്ല, അത്രയും നല്ല റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് ഐ നോ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ദോ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട്. പക്ഷേ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു പ്രൊഫഷനിൽ നിന്നൊക്കെ മാറി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അതിലെ പ്രശ്നം എന്താ? ബട്ട് ഐ ന്യൂ ദോ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട്. പക്ഷേ എനിക്ക് അത് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ല, എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. ഞാൻ ആക്ടിങ്ങിനെ കുറിച്ച് ഒരുപാടധികം ചിന്തിച്ചു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. അപ്പോൾ എൻ്റെ അമ്മ എന്ത് പറയും? നിന്നെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പണം വെറുതെ ആയിപ്പോയി എന്ന് അമ്മ പറയും. കാരണം ഞാൻ ആക്ടിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ്. കാരണം അമ്മ അങ്ങനെ പറയാനുള്ള കാരണം എന്നെ പഠിപ്പിച്ച ആ ഒരു അറിവ് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിലുപരി ഞാൻ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്, ആക്ടിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഐ ഹാഡ് എക്യൂർഡ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് എക്യൂർഡ്. ഞാൻ നേറിയ അറിവുകളിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ വുഡ് കം ടു ജോഹൻസ്ബർഗ് ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ് ആഫ്റ്റർ റൈറ്റിംഗ് മൈ മെട്രിക് എക്സാംസ്. അപ്പോൾ ഞാൻ എൻ്റെ മെട്രിക് എക്സാംസ്, അതായത് ആ സ്കൂൾ ഫൈനൽ എക്സാം എഴുതിയതിന് ശേഷം ഞാൻ എവിടേക്ക് വരികയാണ്? ജോഹൻസ്ബർഗിലേക്ക് വരികയാണ്. ആൻഡ് ദെൻ സ്റ്റേയ്ഡ് ഓൺ ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു. എന്തെങ്കിലും ചെയ്യുക അവിടുന്ന്, വേറെ ഇനിയിപ്പോൾ ആ ഒരു സ്കൂൾ ഫൈനൽ എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടുന്ന് പുതുതായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക എന്നൊരു പ്രത്യാശയിൽ ഞാൻ അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രൂവ് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ ആൻഡ് സ്റ്റേയ്ഡ് വിത്ത് ഹെർ ഇൻ ഹെർ ബാക്ക് റൂം. അപ്പോൾ എൻ്റെ എൽഡർ സിസ്റ്റർ, എൻ്റെ മൂത്ത സഹോദരി ഓറഞ്ച് ഗ്രൂവിൽ എന്ത് ചെയ്യാണ്? ഒരു ഡൊമസ്റ്റിക് വർക്ക്, ഒരു മെയ്ഡ് അല്ലേ, ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ അവരുടെ ആ ഒരു വീട്ടിൽ ഇൻ ഹെർ ബാക്ക് റൂം, ആ ഒരു വീടിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ ഒരു ജോലിക്കാരികൾ താമസിക്കുന്ന ആ വീട്ടിൽ ഞാനും കൂടെ താമസിക്കുകയാണ്. ഐ ഡിഡ് നോട്ട് നോ എനിബഡി ഇൻ ജോഹൻസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് whom we went to church with it.
അപ്പോൾ എനിക്ക് അവിടെ ജോഹൻസ്ബർഗിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്സിനെ അല്ലാതെ വേറെ ആരെയും എനിക്കറിയില്ല. ആ ഫ്രണ്ട്സിനെയും എങ്ങനെയാണ് അറിയുന്നത്? whom we went to church with. ചേർച്ചിൽ ഒരുമിച്ച് പോകുന്ന ആ ഫ്രണ്ട്സിനെ അല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല. ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. അവിടെ എനിക്ക് ഭയങ്കര ബോറിങ്ങും ഭയങ്കര ഒരു ലോൺലി, ഒരു ഏകാന്തതയുമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വേറെ ആരെയും കൂടുതലായിട്ട് അറിയുന്നില്ല. ഈ ഒരു ഏകാന്തതയും ബോറിങ്ങൊക്കെ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും വരുന്ന പാരഗ്രാഫുകളിൽ പറയുന്നുണ്ട്. അതും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡൻറ്റ് സീ മീ. അപ്പോൾ അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ ഞാൻ എൻ്റെ റൂമിൽ എന്ത് ചെയ്യായിരുന്നു? ലോക്ക് ചെയ്യപ്പെടുകയായിരുന്നു. കാരണം എന്താ? ആ മാഡം എന്നെ കാണാൻ പാടില്ല. അതായത് ഈ വീടിൻ്റെ ഓണർ എന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഞാൻ അവിടെ താമസിക്കുന്നത് കാണാൻ വേണ്ടി പാടില്ല. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം, പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലേയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അപ്പോൾ മാഡം ആണെങ്കിൽ എപ്പോഴും കൂടുതൽ സമയം വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്തൊക്കെ ചെയ്തുകൊണ്ട്? നെയിൽ പോളിഷ് ചെയ്തുകൊണ്ടും ഫ്രണ്ട്സിന് ചായ വെച്ച് കൊടുത്തുകൊണ്ടും പിന്നെ പൂളിൽ അല്ലേ, ആ പൂളിനരികിൽ സൺബാത്ത് ചെയ്ത് കിടന്നുകൊണ്ടൊക്കെ മാഡം മിക്ക സമയങ്ങളിലും അവിടെ ആ വീടുകളിൽ തന്നെ ഉണ്ടാവും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം. ആ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ അവർ സമയം ചെലവഴിക്കുന്ന ആ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ എൻ്റെ റൂമിന് തൊട്ടടുത്തുമാണ്. വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ്പ് വെരി ക്വയറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിലുണ്ട് എന്നുള്ളത് വേറെ ആരും അറിയാൻ പാടില്ല, മാഡം അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത്രയധികം ക്വയറ്റായിട്ടായിരുന്നു അവിടെ താമസിക്കേണ്ടി വന്നിരുന്നത്. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദ ബട്ട് ഷീ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്. എന്നെ എങ്ങനെ ആ വീട്ടിൽ ലോക്ക് ചെയ്യുന്നതിൽ എൻ്റെ സിസ്റ്റർക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ വേറൊരു പരിഹാര മാർഗം എൻ്റെ സിസ്റ്റർക്കില്ല. I couldn't even play the radio, so she brought me books and magazines and newspaper from the white people. I couldn't even play the radio. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ എന്ത് വരെ പ്ലേ ചെയ്യാൻ വേണ്ടി പാടില്ല? റേഡിയോ പ്ലേ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സഹോദരി പുസ്തകങ്ങൾ കൊണ്ടുതരുമായിരുന്നു. എന്തൊക്കെ പുസ്തകങ്ങൾ? ഓൾഡ് മാഗസിൻസ്, ന്യൂസ് പേപ്പർ, അതായത് വൈറ്റ് പീപ്പിൾ, വെള്ളക്കാർ വായിക്കുന്ന അവരുടെ മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സൊക്കെ എനിക്ക് എൻ്റെ സിസ്റ്റർ കൊണ്ടുതരുമായിരുന്നു. ഐ ജസ്റ്റ് റീഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ്, ഫെയറി ലേഡി, വുമൺസ് വീക്ക്ലി, എനിത്തിങ്. അതായത് എൻ്റെ മുമ്പിലെത്തുന്ന ഏത് പുസ്തകങ്ങളും, ജസ്റ്റ് ഫെയറി ലേഡി, വുമൺസ് വീക്ക്ലി, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് വായിക്കുമായിരുന്നു. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ വിചാരിക്കുമായിരുന്നു ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട് എന്ന് എൻ്റെ സിസ്റ്റർ കരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂൺ ഐ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ വിച്ച് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബോട്ടേക്ക്. അധികം താമസിയാതെ തന്നെ എനിക്കൊരു താൽക്കാലിക ജോലി കിട്ടി അല്ലേ, ഒരു ക്ലോത്തിങ് ഫാക്ടറിയിൽ, അവിടെ ലേഡീസിൻ്റെ ഒരു ബൊട്ടീക്കിൽ, വിച്ച് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബൊട്ടീക്ക്. ലേഡീസ് ആ ഒരു ബൊട്ടീക്ക് മീൻസ് ഫാഷനബിൾ ഡ്രസ്സൊക്കെ ചെയ്യുന്നത് അല്ലേ, അവിടെയുള്ള ഒരു ക്ലോത്തിങ് ഫാക്ടറിയിൽ എനിക്ക് ജോലി കിട്ടി. ഐ ലുക്ക്ഡ് ഫോർവേഡ് to meeting new people and like the idea of being out of that room for change. I looked forward to meeting new people. എനിക്ക് പുതിയ ആൾക്കാരെ കാണുന്നതിനും കൂടാതെ ആൻഡ് ഐ ലൈക്ക് ദ ഐഡിയ ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ റൂം ഫോർ എ ചേഞ്ച്. ആ റൂമിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ആ ഒരു ചേഞ്ചും എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ദ ഫാക്ടറി നോക്ക്ഡ് ഓഫ് അറ്റ് 4:30 ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു എ പാർക്ക് നിയർ വെയർ മൈ സിസ്റ്റർ വർക്ക്ഡ്. അപ്പോൾ ആ ഫാക്ടറി എത്ര മണിക്കാണ് അപ്പോൾ എൻഡ് ചെയ്യുന്നത്? അവിടെ വർക്ക് 4:30 ആകുമ്പോൾ അല്ലേ, 4:30 ആകുമ്പോൾ അവിടുത്തെ വർക്ക് അവസാനിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന അതിനടുത്തുള്ള ആ പാർക്കിലേക്ക് ഞാൻ വരും. ഐ വെയിറ്റഡ് ടിൽ 6:30 when I could sneak into the house again without the white people seeing me. അതിനുശേഷം ഞാൻ 6:30 വരെ എൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്ത് സിസ്റ്റർ കൂടെ മെല്ലെ ആ വൈറ്റ് പീപ്പിൾ കാണാതെ പതുങ്ങി ഞാൻ എവിടേക്ക് കയറും? സിസ്റ്റർ റൂമിലേക്ക് കയറും. ഐ ഹാവ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 in the morning ആസ് വെൽ. അതേപോലെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും രാവിലെ 5:30 ആകുമ്പോഴേക്കും ഇറങ്ങുകയും വേണം. ദാറ്റ് മെൻ I had to
That meant I had to find something to do with the time I had before I could catch the 7:30 bus to work, about 2 hours. അപ്പോൾ എനിക്കാണെങ്കിൽ 7:30ക്കാണ് ബസ് ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് അതിന് 2 മണിക്കൂർ നേരത്തെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അതുകൊണ്ട് ആ 2 മണിക്കൂർ സമയം ചിലവഴിക്കാൻ ഞാൻ എവിടെയാണ് പോയിട്ടുള്ളത്? അവിടെ ആ പാർക്കിനടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിൽ. For some reason it was never locked, so I would go in and sit on the toilet seat to read some magazines or other until the right time to catch the bus. എന്തോ കാരണം കൊണ്ട് ആ ടോയ്ലറ്റ് ലോക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുമായിരുന്നു? മാഗസീനൊക്കെ വായിച്ച് എൻ്റെ ബസ് വരുന്നത് വരെയുള്ള ആ ഒരു സമയം ഞാൻ മാഗസീനൊക്കെ വായിച്ച് സമയം ചെലവിടുമായിരുന്നു. The first time I went to this toilet, I was on my way to the bus stop. ഞാൻ ആദ്യമായിട്ട് ആ ടോയ്ലറ്റിലേക്ക് കയറുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. Usually I went straight to the bus stop outside the OK Bazaar where it was well lit and I could see. അപ്പോൾ അവിടെ നോർമലി ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് അവിടെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള OK Bazaar അല്ലേ, അവിടേക്കാണ് ഞാൻ പോവാറുണ്ടായിരുന്നത്. കാരണം അവിടെ ഈ ഒരു 5:30 നേരം പുലരുമ്പോൾ പോകുമ്പോഴും അവിടെ അത്യാവശ്യം കുറച്ച് വെളിച്ചമുണ്ടായിരുന്നു. ഐ വുഡ് വെയിറ്റ് ദ റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദെയർ വേ ടു ടൗൺ. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ചിലപ്പോൾ വായിക്കും, അല്ലെങ്കിൽ കടന്നു പോകുന്ന ബസ്സുകളും കാറുകളൊക്കെ, ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകളും കാറുകളൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്. So I thought I would shelter in the toilet until the rain passed. ഒരു ദിവസം എന്താണ്, അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്യുകയാണ്. ആ സമയത്ത് എനിക്ക് എന്ത് വേണമായിരുന്നു? ഒരു ഷെൽട്ടർ വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എവിടെ എത്തുന്നത്? ഈ ടോയ്ലറ്റിലേക്ക് എത്തുന്നത്. Then I knocked first to see if there was anyone inside. ആരെങ്കിലും അകത്തുണ്ടെന്ന് വെച്ച് ഞാൻ ആദ്യം ഒന്ന് നോക്ക് ചെയ്തു. ആസ് ദർ വാസ് നോ റിപ്ലൈ. അത് എനിക്ക് യാതൊരു റിപ്ലൈയും അവിടുന്ന് ലഭിച്ചില്ല. ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെന്റ് ഇൻ. അതുകൊണ്ട് തന്നെ ഞാൻ തള്ളി ആ ഡോറ് തുറന്ന് അതിനകത്തേക്ക് കയറി. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ ഫ്യൂ ഇയേഴ്സ്. ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വർഷമായിട്ടത് പെയിൻറ്റ് ചെയ്യാത്തത് പോലെയുണ്ട്. ദ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ആ ടോയ്ലറ്റിൻ്റെ ക്ലോസ് ചെയ്ത ആ ഒരു ലിഡ് അതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള പ്രഭാതങ്ങളിൽ എൻ്റെ ഇരിപ്പിടം. ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദാറ്റ് ടോയ്ലറ്റ് ബിക്കോസ് ദ വിൻഡർ വാസ് വെരി കോൾഡ്. ആ ഒരു വിൻ്റർ ടൈമിൽ ഉള്ള ആ ഒരു തണുപ്പിൽ നിന്നുള്ള ആ ഒരു സംരക്ഷണത്തിന് തീർച്ചയായും ഞാൻ ആ ടോയ്ലറ്റ് കണ്ടുപിടിച്ചത് വളരെയധികം ഭാഗ്യമായി. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാമർ ഇൻ ദർ, ബട്ട് വൺസ് ഐ വുഡ് ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി. അതിനകത്ത് ഒരുപാട് ചൂടുള്ളത് കൊണ്ടൊന്നും അല്ല, പക്ഷേ ആ ഒരു ഡോർ അടച്ചു കഴിഞ്ഞാൽ ആ തണുത്ത കാറ്റ് എങ്ങോട്ടേക്ക് വരില്ല, അതിനകത്തേക്ക് വരില്ല. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. ദ വോൾസ് വെർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. കൂടാതെ ആ ടോയ്ലറ്റ് എന്താണ്, വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ ചുമരുകളൊക്കെ വളരെ അടുത്തായിട്ട്, ഞാൻ അവിടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ലിഡിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അടുത്തായിരിക്കും അതിൻ്റെ വോൾസൊക്കെ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. അപ്പോൾ അതങ്ങനെ ആ ഒരു ക്ലോസ് ആയിട്ട് വരുമ്പോൾ അത് എനിക്ക് ഫിറ്റായിട്ടുണ്ടാക്കിയ ഒരു ടോയ്ലറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തലത്തിലുള്ള ആ ഒരു പ്രൈവസി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. കൂടാതെ ഒരുപാട് ഡേ ഡ്രീമിങ് അല്ലേ, പകൽ സ്വപ്നങ്ങൾ, ദിവാസ്വപ്നങ്ങൾ, അതും ഞാൻ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. Many times imagining myself in some big hall doing a really popular play with other young actors. പലപ്പോഴും ഞാൻ എന്ത് സങ്കല്പിക്കുമായിരുന്നു, വളരെ വലിയൊരു ഹാളിൽ വളരെ അറിയപ്പെടുന്ന ആൾക്കാരൊപ്പം ഞാനും എന്ത് ചെയ്യുന്നത്, ഞാൻ വളരെ അറിയപ്പെടുന്ന യങ് ആക്ടേഴ്സിനോടൊപ്പം തന്നെ ഞാനും അവരോട് കൂടെ അഭിനയിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഇമാജിൻ ചെയ്യുമായിരുന്നു. ഐ വുഡ് സിറ്റ് ദ ഡ്രീമിങ്. ഞാൻ അവിടെ ഇരുന്ന് സ്വപ്നം കാണും. I started asking myself why I had not written anything since I left
സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, സ്കൂൾ ജീവിതത്തിന് ശേഷം ഞാൻ എന്തുകൊണ്ടാണ് ഒന്നും എഴുതാത്തത്. അറ്റ്ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടൺ സം പോംസ് ഓർ സ്റ്റോറീസ് ഇൻ ദ സ്കൂൾ മാഗസീൻസ് ആൻഡ് അതർ മാഗസീൻസ് ആൻഡ് ഓൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. ആ ഒരു കാലഘട്ടത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് പോമും സ്റ്റോറിയൊക്കെ സ്കൂൾ മാഗസീന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാഗസീനോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടോ ഞാൻ എഴുതുമായിരുന്നു. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾവേസ് സോ എൻകറേജിങ്. എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. I was so excited, I couldn't concentrate in class for the whole day. ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ആ ഒരു പോം, ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. ഞാൻ ആദ്യമായിട്ട് ആ ഇംഗ്ലീഷ് ടീച്ചർക്ക് എൻ്റെ ആ ഒരു പോം കാണിച്ച ആ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ്, ഐ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. ഞാൻ അന്നത്തെ ദിവസം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അന്ന് മുഴുവനും ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. അപ്പോൾ എനിക്ക് ഈ സ്റ്റോറികൾ എഴുതുക എന്നല്ലാതെ അത് പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈസെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വെർ ഗുഡ് ഇനഫ്. ഞാൻ അതുകൊണ്ട് തന്നെ എന്നോട് തന്നെ സ്വയം ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കഥകളൊക്കെ നല്ലതാണോ അല്ലേ. ഒരു സ്വയം വിലയിരുത്തലൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ചൊക്കെ എഴുതി അതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുക, അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ് ബെസ്റ്റ് കസ്റ്റമർ, ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട്ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അപ്പോൾ ഞാൻ ആ ഒരു ടോയ്ലറ്റിലെ ബെസ്റ്റ് കസ്റ്റമർ ആയതിനു ശേഷം ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്ത് ചെയ്തു, ഒരു നോട്ട്ബുക്കൊക്കെ വാങ്ങി എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. റൈറ്റ് സംതിങ് അല്ലേ, എന്തെങ്കിലും കുറച്ചൊക്കെ കുത്തിക്കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ അൻറ്റിൽ വൺ ഈവനിങ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം വൈകുന്നേരം വരെ കാത്തിരുന്നു. അതായത് ബുക്ക് വാങ്ങിയ ആദ്യ ദിവസങ്ങളിലൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ഒന്നും എഴുതിയില്ല. ഇത് എഴുതുന്നതിന് വേണ്ടി ബുക്കൊക്കെ വാങ്ങിച്ചു ഒരു ദിവസം വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നു. My sister had taken her usual Thursday afternoon off and she had been delayed somewhere. എൻ്റെ സിസ്റ്റർ അവർക്ക് എല്ലാ തേഴ്സ്ഡേയിലും എന്തുണ്ട്, ഒരു ഓഫുണ്ട്, ഹാഫ് ഡേ ലീവ് ഉണ്ട് അല്ലേ, ഹാഫ് ഡേ. അപ്പോൾ ആ ഒരു ഓഫ് ടൈമിൽ എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യാണ്, എവിടെയോ പോയി കുറച്ച് ഡിലേ ആയി, താമസിച്ചു പോയി. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് then waited in the park for right time to go back into the yard. അപ്പം ഞാൻ എൻ്റെ വർക്കും കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ പാർക്കിൽ എനിക്ക് ആ അകത്ത് കയറാനുള്ള അല്ലേ, ആ ഒരു വെള്ളക്കാരുടെ വീട്ടിലേക്കുള്ള ആ ഒരു മുറ്റത്തേക്ക്, അവരുടെ ബാക്കിലാണ് ഇവരുടെ വീട് അല്ലേ, അവിടത്തേക്ക് കയറാനുള്ള ആ റൈറ്റ് ടൈം ആകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. The white people always had their supper at 6:30 and that was the time I used to steal my way in without disturbing them or being seen. അപ്പോൾ ആ വൈറ്റ് പീപ്പിൾ സാധാരണഗതിയിൽ അവരുടെ സപ്പർ കഴിക്കുന്നത് ആ ഒരു 6:30ക്കാണ്. ആ ഒരു സമയമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടു സ്റ്റീൽ മൈ വേ ഇൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ. അവർ കാണാതെ, അവരെ ശല്യപ്പെടുത്താതെ അകത്തേക്ക് അല്ല, ആരും അറിയാതെ രഹസ്യമായി അകത്തേക്ക് കയറുന്നതിനുള്ള ആ ഒരു സമയം ഞാൻ കണ്ടെത്തുന്നത് ആ സമയത്താണ്. അതായത് വൈറ്റ് പീപ്പിൾ സപ്പർ കഴിക്കുന്ന ആ ഒരു 6:30. Then my comings and going had to be secret because they still didn't know I stayed there. എൻ്റെ വരവും പോക്കൊക്കെ വളരെ രഹസ്യമായിരുന്നു, കാരണം അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ താമസിക്കുന്ന വിവരം. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, she hadn't come back and decided to sit down in front of her room. സിസ്റ്റർ തിരിച്ചെത്തിയിട്ടില്ല അല്ലേ, അത്രയും സമയമായിട്ടും സിസ്റ്റർ തിരിച്ചെത്തിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, വീടിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കാം, എന്നെ ആരും അവിടെ ശ്രദ്ധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. I was reading a copy of Drum magazine hoping that she would come back soon. പെട്ടെന്ന് തന്നെ സിസ്റ്റർ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ ഇരുന്ന് ഡ്രം മാഗസീൻ്റെ ഒരു കോപ്പി വായിക്കാൻ തുടങ്ങി. ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. ഏതുവരെയാണ് ഞാൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയത്, ആ ഡോഗ്സ് മണം പിടിച്ച് എൻ്റെ അടുത്ത് എത്തുന്നത് വരെ.
അപ്പോൾ ആ ബുക്ക് വായിക്കുമ്പോഴേക്ക് അവിടെ ഡോഗ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. ഐ വാസ് ട്രൈയിങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ് വെൻ ഐ ഹേർഡ് 2 dogs playing. 2 നായകൾ കളിക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട്, അവരുടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബുക്ക് വായിക്കുമ്പം അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് അറിയാം അല്ലേ, നമ്മളിപ്പോൾ ഒരു നായയുടെ കുരയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മൾ വായിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല. ദെൻ 2 dogs chasing each other nearer and nearer to where I was sitting. അപ്പോൾ അവർ പരസ്പരം ചേസ് ചെയ്തുകൊണ്ട്, അതായത് അവർ ഓടിക്കളിക്കുക, ഒന്നിന് പിറകെ മറ്റൊന്ന് വന്നുകൊണ്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ആ ഒരു വരുന്നതിൻ്റെ അതിൻ്റെ അവർ കളിക്കുന്നതിൻ്റെ സൗണ്ട് എൻ്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. ആൻഡ് ദെൻ ദർ വെർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇപ്പോൾ അവരെവിടെ എത്തിക്കഴിഞ്ഞു, എൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ഐ വാസ്. ഞാൻ അവരെ കണ്ടപ്പോൾ എത്രമാത്രം സർപ്രൈസ്ഡ് ആണോ അതേപോലെ തന്നെ അവർ എന്നെ കണ്ടപ്പോഴും സർപ്രൈസ്ഡ് ആണ്. ഫോർ എ ബ്രീഫ് മൊമെൻറ്റ് വി സ്റ്റയർഡ് അറ്റ് ഈച്ച് അതർ ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാക്ക് അറ്റ് മീ. അപ്പോൾ ഒരു നിമിഷം അവരെന്ത് ചെയ്തു, ഒരു ചെറിയൊരു നിമിഷം നമ്മൾ പരസ്പരം എന്ത് ചെയ്തു, ഒന്ന് തുറച്ചു നോക്കി. അതിനുശേഷം ആ ഡോഗ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ബാർക്ക് ചെയ്യാൻ തുടങ്ങി. I was sure they would tear me to pieces if I moved just one finger. ഞാൻ എൻ്റെ ഒരു ചെറു വിരൽ അനക്കിയാൽ തന്നെ അതെന്നെ കടിച്ച് കീറുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഐ സാറ്റ് വെരി സ്റ്റിൽ ട്രൈങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ നോക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. വൈൽ മൈ ഹാർട്ട് പൗണ്ടഡ് ആൻഡ് മൈ മൗത്ത് വെൻ ഡ്രൈ ആസ് പേപ്പർ. എൻ്റെ ഹാർട്ട് വല്ലാതെ മിടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എൻ്റെ വായൊക്കെ എന്തായിപ്പോയി, പേപ്പർ പോലെ വരണ്ടു പോയി, പേടിയുണ്ട് അല്ലേ. ഓക്കെ, then the madam high pitched voice rang out above the dogs barking. അപ്പോൾ ആ സമയത്ത് ആ മാഡത്തിൻ്റെ ഹൈ പിച്ച് സൗണ്ട് ഡോഗിൻ്റെ കുരയേക്കാൾ ഉയരത്തിൽ കേൾക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം. ഐറിൻ, ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത എൻ്റെ സിസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് നെയിം ആദ്യം ഐറിൻ അല്ലേ. അപ്പോൾ ആ പേരാണ് അവർ വളരെ ഉറക്കെ വിളിക്കുന്നത്. ഐ കുഡിൻ മൂവ് ഓർ ആൻസർ ദ കോൾ, ദ ഡോഗ്സ് വെയർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ ആ ഡോഗ്സ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വിളിക്ക് ഉത്തരം നൽകാനോ അവിടെ നിന്ന് അനങ്ങാനോ എനിക്ക് പറ്റിയിരുന്നില്ല. ദർ ടീത്ത് സോ ത്രെട്ടണിങ്ലി ലോങ്. ഭയപ്പെടുത്തുന്ന വിധത്തിൽ ആ ഡോഗ്സിൻ്റെ ടീത്ത് എന്തായിരുന്നു, വളരെ ലോങ് ആയിരുന്നു, നീളമുള്ളതായിരുന്നു. വെൻ there was no reply, she came to see what was going on. യാതൊരു മറുപടിയും കിട്ടാത്തത് കൊണ്ട് തന്നെ, അതായത് ആ മാഡം ഡോഗ്സിൻ്റെ കുര കേൾക്കുന്നുണ്ട്. അപ്പോൾ ഐറിനെ വിളിച്ചിട്ടും ഐറിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ആ കുര കേൾക്കുന്നതും. അതുകൊണ്ട് ഐറിനെ വിളിച്ചിട്ടും യാതൊരു റിപ്ലൈയും കിട്ടാത്തത് കൊണ്ട് തന്നെ മാഡം എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് വന്നു. ഓ ഇറ്റ്സ് യു, ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ്. അപ്പോൾ മാഡം അവിടെ എത്തി, ഇവളെ കണ്ട ഉടനെ തന്നെ എന്ത് പറയുക, ഓ ഇത് നീയാണോ, ഹലോ പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് ഡോഗ്സ് എന്ത് ചെയ്തു, അതിൻ്റെ കുര നിർത്തി. ബട്ട് ദേ ഹാഡ് ഇൻ മൂവ്ഡ്. പക്ഷെ അത് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ദേ വെയർ സ്റ്റിൽ ഗ്രൗളിങ് അറ്റ് മീ. ഇപ്പോഴും എന്നെ നോക്കി അതിങ്ങനെ മുരളുന്നുണ്ട്. ഗ്രൗളിങ് മീൻസ് ആ ഒരു മുരൾച്ച. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അപ്പോൾ പ്ലീസ് മാഡം, ദ ഡോഗ്സ്, ആ ഡോഗ്സ് എന്നെ കടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ് അല്ലേ. നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. എൻ്റെ കണ്ണ് ആ ഡോഗ്സിൽ നിന്ന് എടുക്കാതെ ഞാൻ മാഡത്തോട് പറഞ്ഞു അല്ലേ, അതെന്നെ കടിക്കും. അപ്പോൾ മാഡം എന്താ റിപ്ലൈ പറയുന്നത്, നോ ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ, വി ഡിഡ്ന്റ് സീ യു. അപ്പോൾ പറയാം, ഇല്ല അത് കടിക്കൊന്നുമില്ല, നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മൾ നിന്നെ കണ്ടില്ലല്ലോ. I have been here for some time now. My sister isn't here. I am waiting to talk to her. അപ്പോൾ അവൾ പറയാം, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, പക്ഷേ എൻ്റെ സിസ്റ്റർ ഇവിടെ ഇല്ല, എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററെ ജസ്റ്റ് കാണാൻ അന്ന് വന്നതാണ് എന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ സിനാമനോഫ് മാഡത്തിനോട് പറയുന്നത്. ഓ ഷീസ് നോട്ട് ഹിയർ. ഓ അവളിവിടെ ഇല്ലേ. ഐ ക്യാൻ ഗിവ് ഹർ എ മെസ്സേജ്. യു ഗോ ഓൺ ഹോം. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. ഓ അവളിവിടെ ഇല്ലേ, അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞോളാം, ഇത് നീ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം, നീ എവിടേക്ക് പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. എനിക്ക് അവളെ കാണേണ്ടതുണ്ട് എന്നുള്ള വിവരം ഞാൻ അവളോട് പറഞ്ഞോളാം. വെരി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രേറ്റ് വേ.
roll my bedding and put it all under the bed where my sister was sleeping. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ എന്ത് ചെയ്യും? വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഞാൻ കിടക്കാൻ ഉപയോഗിച്ച ബെഡിങ് മീൻസ് ഞാൻ കിടക്കാൻ ഉപയോഗിച്ച വിരിപ്പും പുതപ്പും എല്ലാം തന്നെ എൻ്റെ സിസ്റ്റർ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ ചുരുട്ടി വെക്കും. I was not supposed to put on the light although it was still dark. വളരെ ഇരുട്ട്, അതായത് 5:30 തന്നെ എന്ത് ചെയ്യണം? ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങണം. അതുകൊണ്ട് തന്നെ അതിലും ഒരുപാട് നേരത്തെ നമ്മുടെ സിനാമിലോഫിന് എണീക്കേണ്ടതുണ്ട്. അപ്പോൾ ആ എണീക്കുമ്പോൾ ലൈറ്റ് ഇരുട്ടാണെങ്കിൽ കൂടി അവൾ എന്ത് ചെയ്യാൻ പാടില്ല? ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല. I would light a candle and tiptoe my way out with a soap dish and a toothbrush. ഞാൻ എന്ത് ചെയ്യും? ഒരു കാൻഡിൽ കത്തിച്ചിട്ട്, ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ, ടിപ്റ്റോ മീൻസ് വളരെ പതുക്കെ എൻ്റെ സോപ്പ് ഡിഷും ടൂത്ത് ബ്രഷും എടുത്തിട്ട് പുറത്ത് കിടക്കും. I would do everything and be off the premises by 5:30 with my shoes in my bag. അങ്ങനെ എൻ്റെ എല്ലാ പ്രഭാത കൃത്യങ്ങളും നിർവഹിച്ച് ഞാൻ എന്ത് ചെയ്യും? ആ പ്രിമൈസസ് മീൻസ് ആ ഒരു പരിസരത്ത് നിന്ന്, ആ ബിൽഡിങ്ങിൽ നിന്നും, ആ ഒരു പരിസരത്ത് നിന്നും 5:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഷൂസും ബാഗിലെടുത്തുകൊണ്ട് പുറത്ത് കിടക്കും. I only put them on once I was safely out of the gate. ഞാൻ വളരെ സേഫായി ആ ഗേറ്റിന് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ആ ഷൂസ് ധരിക്കുകയുള്ളൂ. അതായത് അത്രയധികം ശബ്ദം ഉണ്ടാക്കാതെയാണ് ആ ഒരു പരിസരത്ത് നിന്നും നമ്മുടെ ഓതർ പുറത്തേക്ക് കിടക്കുന്നത്. Thinking about all these things took my mind away from the biting cold of the night and my wet nose until I saw my sister walking towards me. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഒരു കടുത്ത തണുപ്പിനെക്കുറിച്ചോ തണുപ്പോ എൻ്റെ മൂക്കുകളൊക്കെ മറ്റേ ഒരു നനഞ്ഞതോ, അതായത് മഞ്ഞ് വീണ് നനഞ്ഞതോ ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏതുവരെ? എൻ്റെ സിസ്റ്റർ നടന്ന് എൻ്റെ അടുത്തേക്ക് എത്തുന്നത് കാണുന്നത് വരെയും. അതുവരെയും അപ്പോൾ നമ്മുടെ ഓതർ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. മെലോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? ഷീ ഗ്രീറ്റഡ് മീ. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ എന്ത് ചോദിക്കണം? മിലോ മീൻസ് അവളെ മിലോഫ് എന്നുള്ള പേരിൽ മിലോ ജസ്റ്റ് ചുരുക്കി വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പെറ്റ് നെയിമായിട്ട് വിളിക്കുന്നതായിരിക്കാം. അപ്പം മിലോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? നീ എന്താണ് ഇവിടെ പുറത്തുനിന്ന് ചെയ്യുന്നത്? ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവിടെ നിന്നാത്ത കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. ഓ, വാട്ട് വെർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പോൾ സിസ്റ്റർ ചോദിക്കുക, ഓ നീ എന്തിനാണ് ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലേ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തനിച്ച് വന്നത്? യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗദർ. നിനക്കറിയാമായിരുന്നില്ലേ നീ എന്നെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അകത്ത് കിടക്കണം എന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നില്ലേ? ദെൻ ഐ കുഡ് സേ യു ആർ വിസിറ്റിംഗ് ഓർ സംതിങ്. ആ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് അകത്ത് കിടക്കുമ്പോൾ നിന്നെ കാണുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാമായിരുന്നു? നീ എന്നെ ജസ്റ്റ് കാണാൻ വന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറയാമായിരുന്നു. നൗ യു ടെൽ മീ വാട്ട് ഐ ആം സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കമ്മിങ് അഗെയിൻ. അപ്പോൾ ഇനിയിപ്പോൾ നീ പറ, ഇനിയിപ്പോൾ അവർ നമ്മളെ കാണുകയാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് കയറുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ എന്താ അവരോട് പറയുക? അത് നീ പറ എന്നുള്ളത് ആര് പറയാണ്? സിസ്റ്റർ നമ്മുടെ സിനാമിലോഫിനോട് പറയാണ്. ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവേർഡ്സ് ദ ഗേറ്റ് വിത്ത് മീ ഹെസിറ്റൻ്റ്ലി ഫോളോയിങ് ഹർ. അപ്പോൾ സിസ്റ്റർക്ക് നല്ല ദേഷ്യം വന്നു. സിസ്റ്റർ എന്ത് ചെയ്യാണ്? വേഗം ഗേറ്റിനടുത്തേക്ക് നടക്കുകയാണ്. അപ്പം ഞാനും പിറകെ എന്ത് ചെയ്തു? സിസ്റ്റർ പിറകെ മടിച്ച് നടന്നു. അതായത് ഇവളൊരു തെറ്റ് ചെയ്തു, അല്ലേ? സിസ്റ്ററെ കൂട്ടാതെ അകത്ത് കടന്നു, ഓണർ കാണുകയും ചെയ്തു. അപ്പം നമ്മൾ ചെയ്ത ഒരു തെറ്റിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ മടിച്ച് എന്ത് ചെയ്യാണ്? സിസ്റ്റർ പിറകെ നടക്കുകയാണ്. ഐ മമ്പിൾഡ് മൈ അപ്പോളജീസ്. മമ്പിൾഡ് മീൻസ് പിറുപിറുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ അപ്പോളജി, എൻ്റെ അപ്പോളജി മീൻസ് മാപ്പ്. എൻ്റെ മാപ്പ് ഞാനിങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, അല്ലേ? സോറി ഞാനങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, അതേപോലെ പിറുപിറുക്കുന്നുണ്ട്. ആൻഡ് ഫോളോഡ് ഹെറിൻ. എന്നിട്ട് അതും ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ഞാൻ എൻ്റെ മാപ്പ് അപേക്ഷയൊക്കെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ഞാൻ സിസ്റ്ററെ ഫോളോ ചെയ്യുകയാണ്. By some miracle, no one seemed to have noticed us, and we quickly munched a snack of cold chicken and boiled potatoes and drank our tea heartily on speaking terms. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഭാഗ്യവശാൽ ആരും തന്നെ ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഇവരകത്തേക്ക് കിടക്കുന്നത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്ത് ചെയ്തു?
അവരുടെ ആ ഒരു സപ്പർ കഴിക്കുക. അല്ലെങ്കിൽ ക്വിക്ക്ലി മഞ്ച്ഡ് മീൻസ് എയ്റ്റ് കഴിച്ചു. എന്തൊക്കെയാണ്? എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് എ ബോയിൽഡ് പൊട്ടറ്റോ ആൻഡ് രംഗവോ ടീ. ഇതൊക്കെയാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ദേ ഡിഡ്ന്റ് സ്പീക്ക് എനിത്തിങ്. അവരെന്ത് ചെയ്യുന്നില്ല? ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. കാരണം സിസ്റ്റർ നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്. ഐ ജസ്റ്റ് വാണ്ട് ടു ഹോൾ ലൈക്ക് എ ഡോഗ്. എനിക്ക് ഒരു ഡോഗിനെ പോലെ ഓരിടണം എന്ന് എനിക്ക് തോന്നി. ഓരിടുക മീൻസ് വളരെ നീണ്ട രീതിയിലുള്ള വളരെ ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ അല്ലേ, അതുപോലെ എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. I wish somebody would come and be my friend and tell me that I was not useless. ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കിട്ടുമോ, ഞാൻ അങ്ങനെ ഒരു യൂസ്ലെസ് അല്ല, ഞാനൊരു ഒന്നിനും കൊള്ളാത്തവളല്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ. എൻ്റെ സിസ്റ്ററിനെ വെറുക്കാതിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ് എനിത്തിങ്. എന്നിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് എനിക്കും ഒരു ദിവസം നല്ലൊരു സ്ഥലം താമസിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരെങ്കിലും ആശ്വസിപ്പിച്ചെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാം വെൻറ്റ് ഓഫ്. അടുത്ത ദിവസം അലാം അടിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. സം കൈൻഡ് ഓഫ് പെയിൻ വിത്തിൻ പുഷ് മീ ടു ഡു എവറിത്തിങ് അറ്റ് ഡബിൾ സ്പീഡ് ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്. അപ്പോൾ എന്തോ ഒരു വേദന അല്ലേ, അതായത് ഇന്നലത്തെ സംഭവങ്ങളുടെ ആ ഒരു മനോവേദന എന്നെ എന്ത് ചെയ്യാണ്? എൻ്റെ കാര്യങ്ങളൊക്കെ അത്രയും സ്പീഡിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ടോയ്ലറ്റിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ്. അതായത് ആ ഒരു ടോയ്ലറ്റാണ് ഇപ്പോൾ അവളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അല്ല, അവളുടെ സ്വന്തം സ്ഥലമായിട്ട് ആര് കാണുന്നത്? നമ്മുടെ റൈറ്റർ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ് നമ്മൾ റൈറ്റർക്കുള്ളത്. I call it my toilet because that is exactly how I felt about it. ഞാൻ മൈ ടോയ്ലറ്റ് എന്നാണ് പറയുന്നത്. അതായത് അതെനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ടോയ്ലറ്റ് ആയിട്ട് തന്നെയാണ് അതെനിക്ക് ഫീൽ ചെയ്യുന്നത്. I felt my spirits really lifting as I put on my shoes outside the gate. എനിക്ക് എന്ത് തോന്നുകയാണ്? എൻ്റെ ആവേശമൊക്കെ വളരെ ഉയരുകയാണ്. എപ്പോൾ ഞാൻ ആ പുറത്തെത്തി ആ ഷൂസ് ഇടുമ്പം തന്നെ എൻ്റെ ആവേശമൊക്കെ വളരെയധികം ഉയരുന്നതായിട്ട് എനിക്ക് തോന്നി. ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ്. ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ഉറപ്പ് വരുത്തി അല്ലേ, ഞാൻ വല്ലതും കുത്തിക്കുറിക്കാൻ എഴുതി വെക്കാൻ വാങ്ങിച്ച ആ നോട്ട് ബുക്ക് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റ്. ഞാൻ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ആൻഡ് മൈ ഫീറ്റ് വെയർ ഫീലിംഗ് ലൈറ്റ് ഓൾ ദ ടൈം. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലുകളൊക്കെ അത്രയും ഭാരമില്ലാതെ അത്രയും സ്പീഡായിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നത് പോലെ തോന്നി. അതായത് എന്തോന്ന് നിശ്ചയിച്ചുറപ്പിച്ച്, അതായത് ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള നമ്മുടെ ഒരു ഉൾവിളി ഉണ്ടാവില്ലേ, എനിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരിടം കണ്ടെത്തണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഉൾവിളി ഉണ്ടാവില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമാണ് ഇവിടെ പറയുന്നത്. Then I noticed that the door had been painted and that a new window pane had replaced the old broken one. അപ്പം അവിടെ എത്തിയപ്പം, ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തിയപ്പം ഞാൻ ശ്രദ്ധിച്ചു എന്ത് ചെയ്തിട്ടുണ്ട്? ഡോറ് പെയിൻറ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പൊട്ടിയ ജനൽപ്പാളിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. ഐ സ്മൈൽ ടു മൈസെൽഫ് ആസ് ഐ റീച്ച് ദി ഡോർ. ആ ഡോറിന് മുമ്പിലെത്തിയപ്പം ഞാൻ സ്വയം ഒന്ന് ചിരിച്ചു. അതായത് അതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം കൊള്ളും. കൂടാതെ എൻ്റെ സേഫ് പ്ലേസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോം. വേഗത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ടോയ്ലറ്റിൻ്റെ ആ ഒരു ലെഡിലിരുന്ന് ഞാൻ ഒരു കവിത എഴുതാൻ തുടങ്ങി. Many more mornings saw me sitting there writing. Sometimes it did not need to be a poem. I wrote anything that came into my mind. Many more mornings, ഒരുപാട് രാവിലെ ഞാൻ എന്ത് ചെയ്യാണ്? saw me sitting there writing. ഞാൻ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംടൈംസ് അതൊരിക്കൽ പോയം ആയിരിക്കാം, കവിതയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്ന വാക്കുകൾ എന്തെങ്കിലും ആയിരിക്കാം ഞാനിങ്ങനെ കുത്തിക്കുറിക്കുന്നത്. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. അതായത് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെ കുത്തിക്കുറിക്കുമായിരുന്നു. I remember some days when I felt like I was hiding something from my sister. ഞാൻ ഓർക്കുന്നു, ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ സിസ്റ്ററോട് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നു. ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് ആൻഡ് ഷീ വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട് ബുക്ക്. അവൾക്ക് എന്താ അറിയില്ല സിസ്റ്റർക്ക്?
എൻ്റെ ഈ പാർക്കിലുള്ള ടോയ്ലറ്റിൻ്റെ കാര്യമോ അതുകൂടാതെ എൻ്റെ ഈ എഴുത്തിൽ എൻ്റെ നോട്ട്ബുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും തന്നെ ആർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സിസ്റ്റർക്ക് ഇൻട്രസ്റ്റും ഇല്ല. Then one morning I wanted to write a story about what had happened at work the day before. ഒരു ദിവസം രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എഴുതുന്നതാണ് ആ ദിവസത്തിന് തൊട്ട് മുമ്പിലുള്ള ദിവസം ആ വർക്ക് പ്ലേസിൽ സംഭവിച്ച കാര്യങ്ങൾ. The supervisor screaming at me for not calling her when has seen the people who stole 2 dresses at lunch time. അതായത് സൂപ്പർവൈസർ ഇവളോട് ഷൗട്ട് ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, 2 ആൾക്കാർ ആ ഒരു ലഞ്ച് ടൈമിൽ ഡ്രസ്സ് കട്ടെടുക്കുന്നത് കണ്ടിട്ടും പറയാത്തതിൽ ഇവളോട് ഷൗട്ട് ചെയ്യാണ്. It all came back to me and I was smiling when I reached for the door, but it wouldn't open, it was locked. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടോയ്ലറ്റ് ഡോറിൻ്റെ മുമ്പിലെത്തി. ആൻഡ് ഐ വാസ് സ്മൈലിങ്, ഞാൻ പുഞ്ചിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കഥാരൂപത്തിൽ എഴുതുന്നതിന് വേണ്ടി അതൊക്കെ മനസ്സിലോർത്ത് ആ ടോയ്ലറ്റ് ഡോറിൻ്റെ മുമ്പിലെത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദ ഡോർ വാസ് ലോക്ക്ഡ്. പക്ഷേ ആ ഡോർ എന്തായിരുന്നു, ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തലേദിവസം നമ്മൾ കണ്ടു അല്ലേ, പെയിൻ്റൊക്കെ ചെയ്ത് പൊട്ടിയ പാളിയൊക്കെ മാറ്റിയിട്ടുണ്ട്, ജനൽപ്പാളിയൊക്കെ മാറ്റി ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം വരുമ്പോഴേക്കും അവിടെ സംഭവിക്കുന്നത് എന്താണ്, ആ ടോയ്ലറ്റ് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചു അല്ലെ, ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്താണ്, ആ ടോയ്ലറ്റ് എൻ്റെതല്ല. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ എന്ത് ചെയ്തു, അതിനടുത്തുള്ള ഒരു ബെഞ്ചിലേക്ക് പോയി അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചുയരുന്നത് നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കഥ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു സ്റ്റോറി, നമ്മുടെ സിനാം ലോഫിൻ്റെ ഈ ഒരു ഓർമ്മക്കുറിപ്പ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെസൺ ഇഷ്ടമായാലും എടുക്കുന്ന വേ ഇഷ്ടമായെങ്കിലും തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളാണ് ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാവുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.